സുഹൃത്തുക്കളെ, KGOA കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ സാംസ്കാരിക വേദിയായ സംഗ്രാമയുടെ ആഭിമുഖ്യത്തിലുള്ള SPB അനുസ്മരണമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന KGOA സംസ്ഥാന സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, നമ്മുടെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന പ്രശസ്ത സംഗീത സംവിധായകൻ ബെന്നി ജോൺസൺ, അതോടൊപ്പം ഈ പരിപാടി വീക്ഷിക്കുന്ന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംഘടനാ പ്രവർത്തനത്തോടൊപ്പം തന്നെ നിരവധി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള പരിപാടികളും ഏറ്റെടുക്കുന്ന ഒരു സംഘടനയാണ്. സാംസ്കാരിക വേദി കൂടി ഒരുപക്ഷെ സംഘടനയുടെ ബൈലോയുടെ തന്നെ ഭാഗമായിട്ടുള്ള ഒരുപക്ഷെ ഏക സർവീസ് സംഘടനയാണ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ. കോട്ടയം ജില്ലയുടെ സാംസ്കാരിക വേദിയാണ് സംഗ്രാമ. ഇന്ന് SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ അനുസ്മരണം സംഗ്രാമ ഓൺലൈനായി സംഘടിപ്പിക്കുകയാണ്. ഒരുപക്ഷെ SPB നമുക്ക് അവശേഷിച്ചിട്ട് പോയിട്ടുള്ള അനശ്വര ഗാനങ്ങളും അതോടൊപ്പം തന്നെ അഭൗമമായ നാദമാധുരിയും, അതിലപ്പുറം SPBയെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മാനുഷിക മൂല്യങ്ങളാണ്. സമഭാവനയും വിനയവും മാത്രമല്ല, സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള മാനുഷിക മൂല്യങ്ങൾ SPB അനുസ്മരണത്തിൻ്റെ അഭേദ്യ ഭാഗമാകുകയാണ്. രാജ്യമെങ്ങും SPBയെ അനുസ്മരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാജ്യമെങ്ങും അപരവിദ്വേഷവും ഭയവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അധികാരത്തിലേക്കുള്ള കുറുക്കു വഴിയായി ഇവ മാറുന്ന ഒരു സാഹചര്യത്തിൽ SPBയുടെ അനുസ്മരണം തന്നെ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. സംഗ്രാമ സംഘടിപ്പിക്കുന്ന SPB അനുസ്മരണം തീർച്ചയായും ഈ മൂല്യങ്ങളെ എല്ലാം തന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഈ ഉദ്യമത്തിന് KGOA സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ബഹുമാന്യരെ, കേരള ഗസറ്റഡ് ഓഫീസ് അസോസിയേഷൻ്റെ സാംസ്കാരിക സംഘടനയായ സംഗ്രാമയുടെ ആഭിമുഖ്യത്തിൽ SPBയുടെ ഒരു അനുസ്മരണം നടത്തുകയാണ്. KGOയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഗസറ്റഡ് ഓഫീസർമാരുടെ ഏറ്റവും വലിയ സംഘടനയാണ്. ജീവനക്കാരുടെ, തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളോടൊപ്പം തന്നെ സമൂഹത്ത് നടക്കുന്ന വിവിധങ്ങളായ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെപ്പറ്റിയും അഭിപ്രായം പറയുകയും അതിൽ ഇടപെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സംഘടന കൂടിയാണ് കേരള ഗസറ്റഡ് ഓഫീസ് അസോസിയേഷൻ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു സാംസ്കാരിക വിഭാഗം സംഘടനയ്ക്ക് പ്രവർത്തിക്കുന്നത്. നമ്മുടെ കോട്ടയം ജില്ലയുടെ സാംസ്കാരിക വിഭാഗത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ രൂപീകരിച്ചിരിക്കുന്ന പ്രസ്ഥാനമാണ് സംഗ്രാമ എന്ന് പറയുന്ന സാംസ്കാരിക പ്രസ്ഥാനം. അതിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ SPB നമ്മളെ വിട്ടുപോയിട്ട് ഏതാനും നാളുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണം നടത്തണമെന്നുള്ളത് ഉചിതമായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത്. SPBയെ പറ്റി പറയുമ്പോൾ കൂടുതലായിട്ട് ഒന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിത്വമല്ല. ലോകപ്രശസ്തനായ സംഗീത പ്രശസ്തനാണ് SPB എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ 2 പരിപാടികൾ നേരിട്ട് കാണുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരു മികച്ച ഗായകൻ എന്നതിലുപരി ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയത്, കാരണം ആ ഫസ്റ്റ് പ്രോഗ്രാമിൽ തന്നെ എനിക്ക് പിടികിട്ടി, ഒരു മികച്ച ഗായകൻ എന്നതിലുപരി ഏറ്റവും വലിയ ഒരു മനുഷ്യസ്നേഹി ആയിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകളും അദ്ദേഹത്തെ പഠിക്കുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത്ര വലിയൊരു ഗായകനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഒന്നും ഒരു അഹങ്കാരമോ ഒരു പൊങ്ങച്ചമോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ്. ഏറ്റവും വലിയൊരു സീനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഏറ്റവും ചെറിയ ഒരു ആർട്ടിസ്റ്റുമായിട്ട് നിന്ന് പാടുവാനായിട്ട് സമ്മതം മൂളുന്ന, അത് നടത്തുന്ന, അങ്ങനെ പ്രോഗ്രാം നടത്തുന്ന ഒരു വ്യക്തിയാണ് SPB എന്ന് പറയുന്നത്. നേരിട്ട് എനിക്ക് മനസ്സിലായതാണ്. കോട്ടയത്ത് നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരിചയമില്ലാത്തൊരു പാട്ടുകാരിയുമായിട്ടാണ് ഒരു യുഗ്മഗാനം അദ്ദേഹം പാടുന്നത്. അപ്പം തന്നെ അവിടെ ഇരുന്നവരെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞ് അതും ആ പാട്ടുകാരിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ്, അവരുടെ ഒപ്പം നിന്നുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പാടുന്നത്. ഇപ്പോൾ പല അഭിമുഖങ്ങളിലും വായിച്ച വിവരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കൂട്ടത്തിൽ നിൽക്കുന്നവരെ എത്ര ചെറിയ ആളുകളാണെങ്കിൽ പോലും അവരെ സാറേ എന്ന് വിളിക്കുന്ന
ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിട്ടാണ് SPB വന്നിരിക്കുന്നത്. വിവിധ ഭാഷകളിലായിട്ട്, അതിന് ഏത് ഭാഷയായാലും അദ്ദേഹം വളരെ നല്ലതായിട്ട് അത്തരം പാട്ടുകൾ ഏറ്റെടുത്ത് പാടുകയും സംഗീതം ചെറുപ്പത്തിലെ അഭ്യസിക്കാത്ത ഒരു വ്യക്തിയാണ്. അത് പഠിച്ച് സംഗീതം അദ്ദേഹത്തിൻ്റെ തൊഴിലിലൂടെയാണ് അദ്ദേഹം അത് പഠിച്ച് ഒരു വലിയ ഗായകനാകുന്നത്. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകതരം സൗണ്ടാണ്. ആ സൗണ്ട് അതിന് സമാനമായ ഒരു സൗണ്ടില്ല. ഇത്ര സ്ഫുടതയോടുകൂടിയുള്ള ഒരു സൗണ്ടാണ് അദ്ദേഹത്തിൻ്റെ. അതേപോലെ തന്നെ സംഗീത ലോകത്ത് മാത്രമല്ല, അദ്ദേഹം സിനിമാ ലോകത്തും അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടും അഭിനേതാവായിട്ടും അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രകടിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഒരു സകലകലാ വല്ലഭനായിട്ട് നമുക്ക് കാണേണ്ട ഒരു വ്യക്തിത്വമാണ് SPB എന്ന് പറയുന്നത്. അത് കേവലം തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമല്ല. മലയാളികളുടെയും ലോകത്തെവിടെയുള്ള ആരാധകരും അദ്ദേഹത്തിനുണ്ട്. അത്രയ്ക്ക് മികവ് കാട്ടിയ ഒരു മഹാപ്രതിഭയാണ് SPB. SPBയുടെ അദ്ദേഹം നമ്മളെ വിട്ടുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്മരണകളും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ നമ്മളെപ്പോഴും അദ്ദേഹത്തോടൊപ്പം ജീവിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഗൈതവുമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ തല കുനിച്ചുകൊണ്ട് പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ മുഖ്യ അതിഥി ബെന്നി ജോൺസണാണ്. പ്രശസ്ത സംഗീത സംവിധായകനായ ബെന്നി ജോൺസണാണ്. നമ്മുടെ ജില്ലക്കാരനാണ്, നമ്മുടെ കോട്ടയം നിവാസിയാണ്. അദ്ദേഹം നിരവധി സിനിമകൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംഗീത ലോകത്തിന് വിവിധങ്ങളായ സംഭാവനകൾ നൽകി ഈ മേഖലയിൽ സജീവമായി നിൽക്കുന്ന വ്യക്തിയാണ് ശ്രീ ബെന്നി ജോൺസൺ. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനും അനുസ്മരണം നടത്തുന്നതിനും വേണ്ടി ബെന്നി ജോൺസനെ കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് കരുതിക്കൊണ്ട് അദ്ദേഹത്തിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീപതി പണ്ഡിറ്റ് രാധുല്യ ബാലസുബ്രഹ്മണ്യം എന്ന SPB ഇന്ത്യൻ സിനിമാ സംഗീത ലോകം കണ്ട അതുല്യ പ്രതിഭ. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിനടുത്തുള്ള കൊറ്റനമ്മപേട്ടയിൽ ഒരു യാഥാസ്ഥിതിക തെലുങ്ക് ബ്രാഹ്മണ കുടുംബത്തിലാണ് ബാലസുബ്രഹ്മണ്യം ജനിച്ചത്. 3 ആൺമക്കളും 5 പെൺമക്കളുമുള്ള ഒരു കുടുംബത്തിലെ രണ്ടാമത്തെ മകനാണ്. പിതാവ് SP സാംബമൂർത്തി ഹരികഥയുടെ അറിയപ്പെടുന്ന വക്താവായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ ബാലസുബ്രഹ്മണ്യം പാടുന്നത് ഒരു ഹോബിയായി സ്വീകരിച്ചു. ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സംഗീതത്തിൽ താൽപ്പര്യം വളർത്തിയ അദ്ദേഹം നൊട്ടേഷൻ പഠിക്കുകയും സ്വന്തമായി ഹാർമോണിയം, ഫ്ലൂട്ട് തുടങ്ങിയ ഉപകരണങ്ങൾ വായിക്കുകയും ചെയ്തു. എഞ്ചിനീയർ ആകണമെന്നാണ് പിതാവ് ബാലുവിനെക്കുറിച്ചുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത്. അതിനായി അദ്ദേഹം അനന്തപൂരിലേക്ക് വന്നു. അവിടെ അദ്ദേഹം JNTUവിൽ എഞ്ചിനീയറിംഗ് കോഴ്സിന് ചേർന്നു. പിന്നീട് ടൈഫോയിഡ് മൂലം കോഴ്സ് നിർത്തുകയും AMEയിൽ ചേരുകയും ചെയ്തു. അതേസമയം തൻ്റെ ഹോബി പിന്തുടർന്ന് നിരവധി ആലാപന മത്സരങ്ങളിലും അവാർഡുകൾ നേടി. അവിടെ വാർഷിക കോളേജ് പ്രോഗ്രാമുകളിൽ ഒരു നല്ല ഗായകനായി അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ ചില സുഹൃത്തുക്കൾ മദ്രാസിൽ പാടാൻ ശുപാർശ ചെയ്യുകയും റഫറലുകൾ നൽകുകയും ചെയ്തു. 1964 മദ്രാസ് ആസ്ഥാനമായുള്ള തെലുങ്ക് കൾച്ചറൽ ഓർഗനൈസേഷൻ അമച്ചർ ഗായകർക്ക് സംഗീത മത്സരം സംഘടിപ്പിച്ചു. ബാലു 1ാം സമ്മാനം നേടി. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി. സംഗീത സംവിധായകൻ SP കോദണ്ഡപാണി അദ്ദേഹത്തെ തൻ്റെ ചിറകിലേറ്റി. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം സിനിമകളിൽ നിന്ന് ഓഫറുകൾ പിന്നീട് എത്തിത്തുടങ്ങി. ഒരു മുഴുനീള സിനിമാ ഗായകനാകുന്നതിന് മുൻപ് SPB ഒരു ലൈറ്റ് മ്യൂസിക് ട്രൂപ്പിൻ്റെ ഉടമയായിരുന്നു. 1966 ഡിസംബർ 15 ബാലസുബ്രഹ്മണ്യം ചലച്ചിത്ര സംഗീതത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. ശ്രീ 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 മര്യാദ രാമന്ന എന്ന ചിത്രത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവ് കോദണ്ഡപാണി സംഗീതം ചെയ്ത ചിത്രത്തിൽ പാടിക്കൊണ്ട് അരങ്ങേറ്റം കുറിച്ചു. അതിനുശേഷം തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി, മലയാളം ഉൾപ്പെടെ 15ലധികം വ്യത്യസ്ത ഭാഷകളിൽ 40,000-ലധികം ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. ഏറ്റവും അധികം ഗാനങ്ങൾ ആലപിച്ചതിന് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ അദ്ദേഹം ഇടം പിടിച്ചിട്ടുണ്ട്. പ്രതിഭാധനനായ ഗായകൻ, അവിശ്വസനീയമായ സ്വരശ്രേണി, ആഴത്തിലുള്ള സമ്പന്നമായ ശബ്ദം, ശൈലി, സാങ്കേതികത, നിയന്ത്രണം എന്നിവയിൽ വൈദഗ്ധ്യം നേടി. കൂടാതെ ഇന്ത്യയിലെ പല ചലച്ചിത്ര സംഗീത സംവിധായകരും അദ്ദേഹത്തെ വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ട്. ആലാപനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം വ്യത്യസ്തമായിരുന്നു. താൻ പാടുന്ന പാട്ടുകളുടെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കുവാനും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിട്ടില്ലാത്ത അദ്ദേഹം പാടിയ ശങ്കരാഭരണം എന്ന ചിത്രത്തിലെ ശങ്കര എന്ന് തുടങ്ങുന്ന ഗാനം പ്രേക്ഷകരുടെ മുഗ്ധകണ്ഠ പ്രശംസ ഏറ്റുവാങ്ങി.
വളരെ തിരക്കായതിനാൽ ചില സമയങ്ങളിൽ റെക്കോർഡിംഗ് തിയേറ്ററിൽ 12 മണിക്കൂറിനുള്ളിൽ 17 പാട്ടുകൾ പോലും അദ്ദേഹം പാടാറുണ്ടായിരുന്നു. സംസ്കൃതത്തിലും ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ചിരഞ്ജീവി, രജനീകാന്ത് ചിത്രങ്ങളിലെ മിക്ക ആമുഖ ഗാനങ്ങളും ആലപിച്ചിരിക്കുന്നത് SPB ആണ്. ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ശബ്ദം കമലഹാസന് ഏറ്റവും അനുയോജ്യമാണെന്ന് മിക്കവരും കരുതുന്നു. തെലുങ്ക്, കന്നഡ, തമിഴ് സിനിമാ വ്യവസായങ്ങളിൽ 30 വർഷത്തിലേറെ അദ്ദേഹം പ്ലേബാക്ക് ആലാപനം ഫലത്തിൽ കുത്തകയാക്കി. SPB മലയാളത്തിൽ കുറച്ച് ഗാനങ്ങൾ മാത്രമാണ് ആലപിച്ചത്. കടൽപ്പാലം എന്ന ചിത്രത്തിലെ ഈ കടലും മറുകടലും എന്നതാണ് ആദ്യ മലയാള ഗാനം. തമിഴിലെ ദുഃഖഗാനങ്ങൾക്ക് യേശുദാസിൻ്റെ ശബ്ദം കൂടുതൽ അനുയോജ്യമാണെന്ന് കണക്കാക്കപ്പെട്ടിരുന്നെങ്കിലും നാനം അൻതൻ ഉറവൈ, നെഞ്ചുക്കുല്ലൈ, കുയിലപ്പുടിച്ചു തുടങ്ങിയ തമിഴിലെ നിത്യഹരിത സങ്കടഗാനങ്ങളും SPB ആലപിച്ചിട്ടുണ്ട്. തെലുങ്ക്, കന്നഡ, തമിഴ് ടെലിവിഷൻ രംഗത്ത് സംഗീത പരിപാടികളിൽ അവതാരകനായും ശോഭിച്ചു. 40 വർഷത്തിനിടയിൽ 40,000-ലധികം ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തതിൽ രാജ്യത്തെ വിവിധ റെക്കോർഡിംഗ് കമ്പനികൾ റെക്കോർഡ് ചെയ്ത ചലച്ചിത്ര ഗാനങ്ങളും ഭക്തിഗാനങ്ങളും ഉൾപ്പെടുന്നു. ബാംഗ്ലൂരിലെ സംഗീത സംവിധായകൻ ഉപേന്ദ്രകുമാറിനായി രാവിലെ 9 മണി മുതൽ രാത്രി 9 വരെ 21 ഗാനങ്ങൾ കന്നഡയിൽ റെക്കോർഡ് ചെയ്തു. നിരവധി സിനിമകളിൽ മുഴുനീള നായകവേഷങ്ങളിലോ അതിഥി വേഷങ്ങളിലോ അഭിനയിച്ചിട്ടുണ്ട്. രജനീകാന്ത്, കമലഹാസൻ, സൽമാൻ ഖാൻ, ഭാഗ്യരാജ്, മോഹൻ, ഗിരീഷ് കർണാട്, ജമിനി ഗണേഷ്, നാഗേഷ്, കാർത്തിക്, രഘുവരൻ, വിനോദ് കുമാർ തുടങ്ങി വിവിധ കലാകാരന്മാർക്കും ബാലസുബ്രഹ്മണ്യം ശബ്ദം നൽകിയിട്ടുണ്ട്. കമലഹാസന്റെ തെലുങ്ക് സിനിമകളുടെ സ്ഥിരം ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരുന്നു ബാലസുബ്രഹ്മണ്യം. കൊറോണ വൈറസിന് പരിശോധന നടത്തിയ ശേഷം പോസിറ്റീവായി 2020 ഓഗസ്റ്റ് 5-ന് SP ബാലസുബ്രഹ്മണ്യത്തിനെ ചെന്നൈയിലെ MGM ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. COVID-19 നിന്നും സുഖം പ്രാപിച്ചുവെങ്കിലും സെപ്റ്റംബർ 25-ന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. മഹാനായ കലാകാരന് കോട്ടയം KGOA സംഗ്രാമയുടെ പ്രണാമം. KGOA കോട്ടയം സംഗ്രാമയുടെ SPB അനുസ്മരണ ചടങ്ങിലേക്ക് നമുക്ക് മുഖ്യാതിഥിയായി ലഭിച്ചിരിക്കുന്നത് പ്രശസ്ത സംഗീത സംവിധായകനും ഫെപ്ക മ്യൂസിക് ഡയറക്ടേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശ്രീ ബെന്നി ജോൺസനെയാണ്. അദ്ദേഹം 500-ൽ പരം സിനിമകൾക്ക് സംഗീത പശ്ചാത്തലവും 8 സിനിമകൾക്ക് സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. നമസ്കാരം സാർ. SPBയുമായി ഒട്ടനവധി ഗാന റെക്കോർഡിങ്ങിൽ സാറ് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹവുമായുള്ള അനുഭവം വന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാവോ? SP സാറുമായിട്ട് ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് വർഷങ്ങളായിട്ടുള്ള മ്യൂസിക്കലി ഉള്ള ബന്ധമുണ്ട്. അതായത് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതല്ല, മ്യൂസിക്കലി ഉള്ള ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു തുടക്കകാലം, അതായത് എനിക്ക് അദ്ദേഹമായിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ തുടക്കകാലം പറയാം. ആദ്യമായിട്ട്, അതായത് ഒരു വർക്കിന് എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് നമ്മുടെ കോട്ടയത്ത് ഒരു പ്രശസ്ത സംഗീത സംവിധായകനും സംഗീത സംവിധായകനുമൊക്കെയായ അമ്പിളിക്കുട്ടൻ എന്ന് പറഞ്ഞൊരു നല്ല സിംഗർ. അദ്ദേഹം ഇപ്പോൾ ബഹ്റിനിൽ അദ്ദേഹം മ്യൂസിക് കോളേജ് നടത്തുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സോങ് ഞാൻ അതിൻ്റെ പശ്ചാത്തലമെല്ലാം ചെയ്യുന്നത്. അത് ഓർക്കസ്ട്രയെല്ലാം എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, പിന്നെ SP സാറിനെ കൊണ്ട് പാടിക്കണം, ശങ്കർ മഹാദേവനെ കൊണ്ട് പാടിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഞങ്ങൾ പ്ലാൻ ചെയ്തു എല്ലാവരും. എന്നിട്ട് ഞാൻ ഈ വർക്കിന് പാടിക്കാൻ വേണ്ടി ഇവിടുന്ന് ശങ്കർ മഹാദേവനെ പാടിക്കാൻ വേണ്ടി നേരെ ബോംബെക്ക് പോയി. ബോംബെ ചെന്ന് അവിടെ പാടിച്ചു. തിരിച്ച് ചെന്നൈയിലെത്തി അദ്ദേഹത്തെ കൊണ്ട് പാടിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഡേറ്റ് നേരത്തെ ചോദിച്ചായിരുന്നു. പക്ഷേ കിട്ടും എന്നുള്ളൊരു കണക്ക് വെച്ച് അവിടെ ചെന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ സമയത്ത് കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അടുത്തൊരു ഫ്രണ്ടാണ് ഒരു ആൻ്റണി ചേട്ടൻ എന്ന് പറഞ്ഞൊരു ഞങ്ങളുടെ പഴയൊരു ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡിയോ ഉണ്ട് അവിടെ. അപ്പോൾ അദ്ദേഹത്തിനോട് ഇന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ പഠിച്ചേക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചേക്കാൻ സാറ് പറഞ്ഞു, SP സാറ് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഇത് കഴിഞ്ഞ് ഈ പാട്ട് ഞാൻ കൊടുത്തിട്ട് ഞാനിങ്ങനെ നാട്ടിലേക്ക് പോന്നു കഴിഞ്ഞ് SP സാറ് പാടിക്കഴിഞ്ഞപ്പം എന്നെ ആൻ്റണിച്ചേട്ടൻ വിളിച്ച് പറഞ്ഞു, സാറ് വന്ന് പാടിപ്പോയി, അത് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കളക്ട് ചെയ്യാൻ വേണ്ടി നേരെ ചെന്നൈ ചെന്നപ്പം ഈ ആൻ്റണിച്ചേട്ടൻ പറഞ്ഞാണ്, SP സാറ് വന്ന് ഈ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറിന് എന്തെങ്കിലും കറക്ഷൻ ആവശ്യം വരുവാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയണം, ഞാൻ വന്ന് പാടിക്കൊള്ളാം. സാധാരണ ഇത്രയും പ്രശസ്തനായ ഒരാൾ പിന്നീട് ഒരിക്കലും അയാൾ അത് പാടി തന്നു പോയി എന്ന് വിചാരിക്കത്തുള്ളൂ. പക്ഷേ ഇദ്ദേഹം പ്രത്യേകം എടുത്ത് പറഞ്ഞു, മ്യൂസിക് ഡയറക്ടർക്ക് എന്തെങ്കിലും കറക്ഷനോ എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിച്ചാൽ മതി, ഞാൻ വന്ന് പാടിക്കോളാം എന്ന് പറഞ്ഞു. അത് തന്നെ ആ കലാകാരനിലെ ഒരു വലിയ കലാകാരനുള്ള ലക്ഷണങ്ങളിലെ ഒരു വലിയ എളിമ, ഒരു വ്യക്തിത്വത്തിൻ്റെ തീർച്ചയായും. കാരണം ഒരു മ്യൂസിക് ഡയറക്ടറെയാണല്ലോ അദ്ദേഹം എത്രമാത്രം ബഹുമാനിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് അത് ഞാൻ കാണുന്നു.
അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വളരെയധികം ഗാനങ്ങൾ പാടിക്കാനും ഒക്കെ പോകാൻ എനിക്ക് അവസരം കിട്ടി. അദ്ദേഹത്തിൻ്റെ ആ വലിയൊരു മനസ്സിൻ്റെ ഉടമ, അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൂടിയോ എന്നൊരു സംശയം പോലും എന്ത്, അത് കൂടിയോ എന്നല്ല, കൂടിയിട്ടുണ്ട്. അത്രയും വലിയൊരു വ്യക്തിയെ പരിചയപ്പെടാൻ അദ്ദേഹത്തോടു കൂടെ സഹകരിക്കാനും സാധിച്ചതിൽ ഞാൻ ദൈവത്തിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. നന്ദി പറയുന്നു. 1969 പുറത്തിറങ്ങിയ കടൽപ്പാലം എന്ന ചിത്രത്തിലെ ഈ കടലും മറുകടലും എന്ന ഗാനമായിരുന്നു SP ബാലസുബ്രഹ്മണ്യം ആദ്യമായി മലയാളത്തിൽ പാടിയ ഗാനം. അത് നമുക്ക് വേണ്ടി ആലപിക്കുന്നത് സംഗ്രാമയുടെ പ്രിയ ഗായകനായ ശ്രീ ബാബു PS. ഈ കടലും മറുകടലും എന്ന ആ ഗാനം സാറൊന്ന് ഓർത്തെടുക്കാവോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഗാനമാണത്. അതായത് ഈ കടലും മറുകടലും ഭൂമിയും മാനവും ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് 14 ലോകങ്ങൾ കാണാൻ ഇവിടുന്ന് പോണവരെ, അവിടെ മനുഷ്യരുണ്ടോ, അവിടെ മതങ്ങളുണ്ടോ? ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് 14 ലോകങ്ങൾ കാണാൻ ഇവിടുന്ന് പോണവരെ. ഇവിടെ മനുഷ്യൻ ജീവിച്ചിരുന്നതായി ഇതിഹാസങ്ങൾ നുണ പറഞ്ഞു. ഈശ്വരനെ കണ്ടു, ഇബിലീസിനെ കണ്ടു, ഇതുവരെ മനുഷ്യനെ കണ്ടില്ല, 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 മനുഷ്യനെ കണ്ടില്ല. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് 14 ലോകങ്ങൾ കാണാൻ ഇവിടുന്ന് പോണവരെ. 14 പരം ഭാഷകളിലായി 40,000-ഓളം ഗാനങ്ങൾ SP ബാലസുബ്രഹ്മണ്യം പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദ സവിശേഷതകളെക്കുറിച്ച് താങ്കളൊന്ന് വിശദീകരിക്കാമോ? SPBയുടെ പാട്ടുകൾക്ക് ഒരു പ്രത്യേകത ശ്രദ്ധിച്ചാലറിയാം. അപ്പം രജനീകാന്തിൻ്റെ പാട്ട് പാടുകയാണെങ്കിൽ രജനീകാന്ത് പാടുവാൻ തോന്നും. കമലഹാസനാണ് പാടുന്നതെങ്കിൽ കമലഹാസനാണെന്ന് തോന്നും. മിക്കവാറും എല്ലാവരും പറയാറുണ്ട്, ഇപ്പോൾ കമലഹാസൻ പാടുന്ന പോലെ തോന്നും SPB പാടുമ്പോൾ. SPB പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു ക്യാരക്ടർ, ഇപ്പം കമലഹാസനാണെങ്കിൽ കമലഹാസൻ്റെ ഇപ്പോൾ ഏത് ഏജിലാണ് അഭിനയിക്കുന്നത്, ഏത് ഏജിലായിട്ട് അഭിനയിക്കുന്നത്. ഇപ്പം നമ്മുടെ രജനീകാന്താണെങ്കിലും ഏത് രീതിയിലാണ് അഭിനയിക്കുന്നത്. ഇപ്പം ഇത്തിരി അടിപൊളിയായിട്ടാണ് അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോമഡി ആയിട്ട് അഭിനയിക്കുന്നത്. അങ്ങനെ അഭിനയിക്കുന്നത് ആ സ്റ്റോറി ചോദിച്ചിട്ട് ആ സ്റ്റോറിക്ക് അഭിനയിച്ചുകൊണ്ട് പാടുക. അതായത് അഭിനയിച്ചുകൊണ്ട് പാടുമ്പം ആ കറക്റ്റ് ക്യാരക്ടറിന് അവർക്ക് അഭിനയിക്കാൻ എളുപ്പം. അപ്പം ആ പാട്ട് സീനിൽ അഭിനയിക്കാൻ എളുപ്പം. കാരണം അതുപോലെ അദ്ദേഹം ഒരു ചിരി ഇടണമെങ്കിൽ ആ ചിരി അവിടെ ഇടും. SP സാർ നടനും കൂടിയാണല്ലോ. അദ്ദേഹം ഒരു ചിരി കിട്ടണം, ഒരു കരച്ചിൽ വേണം, ഒരു വിങ്ങൽ വേണം. അതൊക്കെ ആ ശോകാനമാണ്, ഒരു വിങ്ങൽ വേണം. ഇപ്പം നമ്മൾ കുയിലെ പൊടിച്ച് കൂട്ടിലടച്ച് അങ്ങനെ പാടുണ്ടല്ലോ, ആ പാട്ട് കേൾക്കുമ്പോൾ അറിയാം അതിനകത്ത് ആ വേദന എല്ലാം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ ഏത് ക്യാരക്ടറിന് ഏത് നടൻ അവർക്ക് പറ്റുന്ന രീതിയിൽ പാടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു, വേറെ ആരും ഇല്ലെന്ന് തന്നെ പറയും. രജനീകാന്തിൻ്റെ അടിപൊളി പാട്ടുകളെല്ലാം അതിപ്പം മാസ് സോങ്, ഒരു അടിപൊളി ഡാൻസ്, ഡപ്പാങ്കുത്ത് അങ്ങനെയുള്ള ബഹളമൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ സ്റ്റൈലിൽ തന്നെ പാടും. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. 1992 പുറത്തിറങ്ങിയതും തമിഴിലെ എക്കാലത്തെ ഏറ്റവും മികച്ച ചിത്രങ്ങളൊന്നുമായ റോജയിലെ കാതൽ റോജാവേ എന്ന വിരഹഗാനം ഏറ്റവും പ്രശസ്തമാണ്.
ആ ഗാനം നമുക്കായി പാടുന്നത് സംഗ്രാമയുടെ പ്രിയ ഗായകനായ ശ്രീ ഷിബു ഗണേഷ്. കാതൽ ரோஜாவே எங்கே நீ எங்கே கண்ணீர் வழியுதடி கண்ணே. காதல் ரோஜாவே எங்கே நீ எங்கே கண்ணீர் வழியுதடி கண்ணே. கண்ணுக்குள் நீதான் கண்ணீரில் நீதான் கண்மூடி பார்த்தா நெஞ்சுக்குள் நீதான் என்னானதோ ஏதானதோ சொல் சொல். காதல் ரோஜாவே எங்கே நீ எங்கே கண்ணீர் வழியுதடி கண்ணே. தென்றல் என்னை தீண்டினார் சேலை தீண்டும் ஞாபகம். சின்ன பூக்கள் பார்க்கையில் தேகம் பார்த்த ஞாபகம். வெள்ளியோட பேசினால் சொன்ன வார்த்தை ஞாபகம். மேகம் ரெண்டும் சேர்கையில் மோகம் கொண்ட ஞாபகம். வாயில்லாமல் போனான் வார்த்தை இல்லை பெண்ணே. நீ இல்லாமல் போனான் வாழ்க இல்ல கண்ணே. உள்ளோடுதான் முத்தங்களா சொல் சொல். காதல் ரோஜாவே எங்கே நீ எங்கே கண்ணீர் வழியுதடி கண்ணே. கண்ணுக்குள் நீதான் கண்ணீரில் நீதான் கண்மூடி பார்த்தா நெஞ்சுக்குள் நீதான் എന്നാനതോ ഏതാനതോ സൊൽ സൊൽ. ഹിന്ദി ഉൾപ്പെടെ 14 പരം വ്യത്യസ്ത ഭാഷകളിലായി നിരവധി ഹിറ്റ് ഗാനങ്ങൾ SP ബാലസുബ്രഹ്മണ്യം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന് എങ്ങനെ സാധിച്ചു? SPBയെ സംബന്ധിച്ചോളം, അതായത് നമ്മൾ ഓരോ പാട്ട് കേൾക്കുമ്പോഴും, ഇപ്പം മലയാളം പാട്ട് കേട്ടാലും ഹിന്ദി പാട്ട് കേട്ടാലും ഈ തെലുങ്ക് പാട്ട്, തമിഴ് പാട്ട്, ഏത് പാട്ട് കേട്ടാലും അദ്ദേഹത്തിന് ആ ഭാഷ വളരെ അനുയോജ്യമാണെന്ന് നമുക്ക് തോന്നും. അതാണ് അദ്ദേഹം ഏത് ഭാഷയും പാടും. അതിൻ്റെ എനിക്ക് തോന്നുന്നത് ഈ ആന്ധ്രാപ്രദേശിലുള്ള ആൾക്കാർക്ക്, അതായത് അദ്ദേഹം ജനിച്ചു വളർന്ന, ബേസിക്കലി അദ്ദേഹം അവിടെ ജനിച്ചു വളർന്ന ആളാണല്ലോ. അപ്പം ഞങ്ങൾ ഈ ഹൈദരാബാദിലൊക്കെ പ്രോഗ്രാമിങ്ങിന് പോകും, സോങ് പ്രോഗ്രാമിങ്ങിന് പോകും. അപ്പം പോകുമ്പോഴത്തേക്കും അവിടെയുള്ളവർ, നമ്മളിപ്പം ഇവിടെ മലയാളത്തിലാണ് ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും ഇന്ന പാട്ട് പോലെ ഒരു പാട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യണം അല്ലെങ്കിൽ എന്ന് പറയും. അപ്പോൾ എക്സാമ്പിൾ പറയുന്ന കൂടുതലും തമിഴ് പാട്ടുകൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇപ്പം തമിഴന്മാരാണെങ്കിൽ അവരുടെ പാട്ടുകളൊക്കെ തന്നെയാണ് ഇത് വിളിക്കുന്നത്. പക്ഷേ ഈ ആന്ധ്രാപ്രദേശിലുള്ള ആൾക്കാർ, നമ്മളിപ്പോൾ ഹൈദരാബാദിലൊക്കെ പോകുമ്പം മനസ്സിലാകുന്നത് അവർ കൂടുതലും എക്സാമ്പിൾസ് പറയുന്നത് ഹിന്ദി പാട്ടുകളാണ്. ഇന്ന പാട്ട് ഹിന്ദി പാട്ട് പോലെ ഇരിക്കണം, ആ ഒരു സ്റ്റൈൽ വേണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം അവർക്ക് ഹിന്ദിയോട് കൂടുതൽ ഒരു ആഭിമുഖ്യം ഉണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കാം ഈ അവിടെയുള്ളവർക്ക് കൂടുതൽ ഹിന്ദി ഭാഷയും കുറിച്ച് അതുപോലെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം SPB ഹിന്ദി പാട്ട് പാടിയ ശരിക്കും ഹിന്ദിക്കാരൻ പാടുന്ന പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഹിന്ദി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഏത് ഭാഷയും. അപ്പോൾ അങ്ങനെ ഹിന്ദി അറിയാം. ഇപ്പം തമിഴാണെങ്കിൽ പോലും അദ്ദേഹം ചെന്നൈയിൽ വന്നു കഴിഞ്ഞാണ് അദ്ദേഹം തമിഴ് പഠിച്ചത്, തമിഴ് ഭാഷ പഠിക്കുന്നത്. പക്ഷേ ഇപ്പം അദ്ദേഹം സാധാരണ സംസാരിക്കുന്നതെല്ലാം തമിഴ് തന്നെയാണ്. അപ്പം അദ്ദേഹത്തിന് ഏത് ഭാഷയും
അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ. കാരണം ഒരു ഭാഷ പഠിക്കാനുള്ളൊരു ഒരു ഇതിലേക്ക് ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ, ഒരു ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഭാഷ പഠിക്കാൻ ഇഷ്ടം വളരെ ഇതായിരിക്കും. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അങ്ങനെ ഒരു ട്രെൻഡുണ്ട്, ഏത് ഭാഷയും പഠിക്കാനുള്ള. ഇദ്ദേഹത്തിന് വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എല്ലാ ഭാഷയും ഇതുപോലെ വഴങ്ങും എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചു. അതാണ് ഹിന്ദി പാട്ടൊക്കെ പാടുമ്പോൾ നമ്മൾ ശരിക്കും കേൾക്കുമ്പം കറക്റ്റ് ഒരു ഹിന്ദി ആക്സെൻറ്റിൽ പാടുന്ന, ശരിക്കും അത് വലിയൊരു കഴിവ് തന്നെയാണ്. SPBയുടെ പ്രശസ്തമായ ഹിന്ദി ഗാനങ്ങൾ സാറിനൊന്ന് ഓർത്തെടുക്കാവോ? ഞാനിപ്പം എക് ദൂജെ കെ ലിയെ പാട്ടൊക്കെ നമുക്ക് ഹംബനി തുംബനി എക് ദൂജെ കെ ലിയെ ഐ ഡോണ്ട് നോ വാട്ട് യു, അതൊക്കെ അദ്ദേഹം കമൽഹാസന് വേണ്ടി പാടിയ ഗാനം. ആ പാടുന്ന പാട്ട് കേട്ട് നോക്കി, ആ പാട്ട് വെറുതെ കേട്ടാൽ നമുക്ക് ആ വിഷ്വൽ നമ്മുടെ മനസ്സിൽ വരും. അതുപോലെയാണ് അദ്ദേഹം അത് പ്രസന്റ് ചെയ്തേക്കുന്നത്. അതുപോലെ സാറേ സാജൻ എന്ന ഫിലിമിലെ ആ ഹിറ്റ് ഗാനം തുംസെ മിൽനെ കി തമന്ന ഹേ പ്യാർ, ആ പാട്ട് ഇവിടെ. അതെ അതെ അതെ, നമ്മളെ സംഗ്രാമയിലെ ഗായിക ശ്രീമതി സ്മിത ജി നായർ ആ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നതായിരിക്കും. तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। जो कभी हम मिले तो ज़माना देखेगा अपना प्यार। ओ मेरे यार, ओ मेरे यार, तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। जो कभी हम मिले तो ज़माना देखेगा अपना प्यार। ओ मेरे यार, ओ मेरे यार, तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। मैं शायर नहीं, दीवाना नहीं, मैं आशिक नहीं, परवाना नहीं। मैं शायर नहीं, दीवाना नहीं, मैं आशिक नहीं, परवाना नहीं। मिली जब से नज़र तब से जाने जिगर, मिली जब से नज़र तब से जाने जिगर। मैं हो गया दीवाना, मैं हो गया दीवाना, अब जाने क्या होगा जाने जाना। तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। മികച്ച പിന്നണി ഗായകനുള്ള 6 ദേശീയ പുരസ്കാരങ്ങളും നിരവധി സംസ്ഥാന പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രശസ്തിയുടെ ഇത്രയും ഔന്നത്യത്തിൽ നിൽക്കുമ്പോൾ തന്നെയും വിനയത്തിൻ്റെ ഒരു മാതൃകയാക്കാവുന്ന ആളായിരുന്നു SP സാർ. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം ഒന്ന് പറയാമോ? അദ്ദേഹം പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ മനുഷ്യനാണ്. ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു മോഡൽ എന്ന രീതിയിൽ നമുക്ക് പറയാവുന്ന ആളാണ്. തീർച്ചയായും തീർച്ചയായും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നിസ്സാര എക്സാമ്പിൾ പറയാം. അതായത് അദ്ദേഹം ഒരു വേദിയിൽ പാടാൻ കയറിയാൽ, അതായത് നമ്മൾ യൂട്യൂബിൽ വീഡിയോകളിലും അല്ലാതെ കാണുമ്പോൾ ശ്രദ്ധിച്ചറിയാം, അദ്ദേഹം പാടാൻ കയറുമ്പോൾ തന്നെ ആദ്യം കലാകാരന്മാരെല്ലാം അദ്ദേഹം വിഷ് ചെയ്യും. അതായത് നേരെ കയറി വന്ന് ഒരു അഹങ്കാരിയായ ഒരു സിംഗറിനെ പോലെ വന്നു എന്ന് പുള്ളി വളരെ സുഖിക്കുമ്പോഴത്തേക്കും പുള്ളി നെറ്റിച്ച് പിടിച്ച് നോക്കി. അങ്ങനത്തെ ഒരു മനുഷ്യനേ അല്ല അദ്ദേഹം. സ്റ്റേജിൽ കയറി വന്ന ഉടനെ സകല കലാകാരന്മാരെ ഒന്ന് വിഷ് ചെയ്യും, എല്ലാവരും ഒന്ന്, അപ്പം എല്ലാവർക്കും ഒരു എനർജി കിട്ടും. അങ്ങനെ അത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ എളിമയുടെ ഏറ്റവും ചെറിയൊരു ഉദാഹരണമായി പറഞ്ഞു. അതായത് ഇങ്ങനെ ചെയ്യുകയും ചെയ്തു. ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു,
അതായത് ഒരു വേദിയിൽ നെപ്പോളിയൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുല്ലാങ്കുഴൽ നെപ്പോളിയൻ എന്ന് പറഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഫ്ലൂട്ട് പ്ലെയറാണ്. അദ്ദേഹം ഒരു പാട്ടിന് ഇളയനിലയുടെ സെക്കൻഡ് ബീജം വായിക്കുമ്പോൾ അദ്ദേഹം എടുത്ത ഫ്ലൂട്ട് മാറിപ്പോയി, വേറെ ശ്രുതിയായിപ്പോയി. അപ്പോൾ ശ്രുതിയായിപ്പോയി. സാധാരണഗതിക്ക് ഒരു വലിയ സിംഗറൊക്കെ പറയുമ്പോൾ അവർ പെട്ടെന്ന് എന്താണ് അങ്ങനെ കാണിച്ചത്, തെറ്റിച്ചത് എന്താണെന്നൊക്കെ ചോദിക്കാം. അദ്ദേഹം പക്ഷേ അത് ആ പാട്ട് പാടി തീർത്ത് കഴിഞ്ഞിട്ട് എല്ലാവരോടുമായി പറഞ്ഞു അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയതാണ്. ഫ്ലൂട്ട് വായിക്കുന്ന ആൾക്ക് നെപ്പോളിയൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കലാകാരനാണ്, അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയതാണ്, അദ്ദേഹത്തിന് ആ പീസ് അദ്ദേഹത്തിനെ കൊണ്ട് വായിച്ച് നമുക്ക് കേൾക്കാം എന്നും പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് കേൾപ്പിച്ചിട്ട് അത് വേറെ ആരാളും അങ്ങനെ ചെയ്യാനും 100% ഉറപ്പാണ്. കാരണം അദ്ദേഹം അത് എന്നിട്ട് ആ കലാകാരൻ, അപ്പോൾ ആ കലാകാരൻ്റെ മനസ്സിന് അത്രയും സന്തോഷം വരും. അതും പിന്നെ ഈ കലാകാരന്മാരെ സപ്പോർട്ട് ഇപ്പോൾ ഈ കോവിഡ് സമയത്ത് കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ആ ഹോസ്പിറ്റലിൽ കിടന്ന് തന്നെ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഫിനാൻഷ്യൽ ഒരു കാര്യങ്ങൾ, ഒരു എങ്ങനെ ഫണ്ട് ഉണ്ടാക്കാം, കലാകാരന്മാരെ എങ്ങനെ സഹായിക്കാം. അദ്ദേഹത്തിന് ഒത്തിരി ഒരു വോയിസ് ക്ലിപ്പുകളൊക്കെ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്, യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവരെയും സ്നേഹിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കൂടെ സഹകരിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹവും പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കാനുള്ള ഒരു വിൽ പവർ. അദ്ദേഹത്തിൻ്റെ അതിന് ആ ഒരു വലിയ മനസ്സിന് മുമ്പിൽ നമ്മളിപ്പോഴും നമിക്കുന്നു. സാറിപ്പോൾ പറഞ്ഞ ആ സംഭവം, ആ നെപ്പോളിയൻ എന്ന് പറഞ്ഞ ആ പുല്ലാങ്കുഴൽ വിദഗ്ധന് ഒരു ഡെസ്പൈപ്പ് വേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷെ അതൊരു ഉണർവ് നൽകി മികച്ചതാക്കി തീർക്കാൻ SP സഹകരിച്ചു എന്നതാണ് ഏറ്റവും വലിയ സത്യം. നെപ്പോളിയൻ എന്ന് പറഞ്ഞ ആൾ വളരെ സീനിയറാണ്, നല്ല എക്സ്പെർട്ട് പ്ലെയറാണ്. അദ്ദേഹത്തിനൊരു അബദ്ധം പറ്റി, അത്രേ ഉള്ളൂ. ആ ഒരു ഇൻസിഡന്റ് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വേണം നമുക്ക് നെഗറ്റീവ് ഡിഗ്രേഡ് ചെയ്ത് വിടാം. പക്ഷെ അദ്ദേഹത്തെ വീണ്ടും ഉയർത്തിയെടുത്തു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ എളിമയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചല്ലോ. ഇത് ഇത്രയും എളിമയും ഇതെല്ലാം അദ്ദേഹത്തിന് ഈ കിട്ടിയ പുരസ്കാരങ്ങളൊന്നും എനിക്ക് വന്ന് കുറഞ്ഞു പോയെന്നാണ്. ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടാനുള്ള ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് എന്താണെങ്കിലും അദ്ദേഹത്തിന് അർഹമായ പുരസ്കാരങ്ങളെല്ലാം കിട്ടി. ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടാനിരിക്കുകയാണ് അദ്ദേഹം നമ്മോട് ഇവിടെ പറഞ്ഞത്. ശങ്കരാഭരണം എന്ന ചിത്രത്തിലെ ശങ്കര എന്ന് തുടങ്ങുന്ന ഗാനം പ്രശസ്തമാണല്ലോ. ആ ഗാനത്തെക്കുറിച്ച് സാറൊന്ന് വിവരിക്കാവോ? ശങ്കര എന്ന ഗാനം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ട് വളർന്ന ഒരു ഗാനം തന്നെയാണ്. അപ്പം ആ ഗാനത്തിനുള്ള പ്രത്യേകത ഇപ്പോഴും ഗാനമേളകളിൽ ആ പാട്ട് പാടുന്നുണ്ട്. അപ്പം തന്നെ ആ പാട്ടിൻ്റെ ഒരു വെയിറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അന്ന് കേൾക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ SP ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ആൾ സംഗീതം പഠിച്ചിട്ടേ ഇല്ല, ക്ലാസിക്കൽ സംഗീതം പഠിച്ചിട്ടേ ഇല്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുന്ന, ഈശ്വരൻ കൊടുത്തിരിക്കുന്ന ആ സംഗീതം പൂർണ്ണമായിട്ടും അദ്ദേഹം ഉപയോഗിച്ചൊരു പാട്ടാണെന്ന് ഒരിക്കലും പറയാം. കാരണം അതിൻ്റെ അകത്ത് അദ്ദേഹം ക്ലാസിക്കൽ പഠിച്ചിട്ടില്ല, പക്ഷേ ഇതിൻ്റെ സ്വരങ്ങളും അതിൻ്റെ ആ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ ഗതികളെല്ലാം അദ്ദേഹം പാടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പാടിയ പാട്ട്, ഒരു ക്ലാസിക്കലി പഠിക്കാത്ത ഒരാൾ പാടിയ പാട്ട് ഇപ്പോഴും നമ്മൾ ഗാനമേളകളിലും നമ്മളിവിടെ ആൾക്കാരെല്ലാം പാടുന്നുണ്ട്. അപ്പം തന്നെ അറിയാം ആ പാട്ടിൻ്റെ അദ്ദേഹം പാടിയതിൻ്റെ ആ ഒരു വില എന്തുമാത്രം ഉണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ ആ വലിയൊരു കഴിവത്. ക്ലാസിക്കൽ പഠിക്കാതെ ക്ലാസിക്കൽ പാടുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ശങ്കര എന്ന ഗാനം എക്കാലത്തെ മികച്ച ഒരു ഭക്തിഗാനം കൂടിയാണ്. ആ ഗാനം നമുക്കൊന്ന് കേൾക്കാം. നമുക്ക് വേണ്ടി ആ ഗാനം പാടുന്നത് സംഗ്രാമയുടെ ഗായകൻ ശ്രീ മനോജ്. ശങ്കര നാദശരീരാ പരാ വേദവിഹാരാ ഹരാ ജീവേശ്വരാ ശങ്കര നാദശരീരാ പരാ വേദവിഹാരാ ഹരാ ജീവേശ്വരാ ശങ്കര
നിന്നിത കന്ദര നീലകന്ദര രുദ്രുരരിക നിറ്റുദ്രവീണ നിദ്രഗാനമൈ അവതരിഞ്ചര വിനിതരിഞ്ചര ശങ്കര നാദശരീര പരാ വേദവിഹാര ജീവേശ്വര ശങ്കര మెరిసే మెరుపులు మురిసే పెదవుల చిరుచిరు నవ్వులు కాబోలు ఉరివే ఉరుములు సరి సరి నడనల తిరి తిరి నువ్వులు కాబోలు మెరిసే మెరుపులు మురిసే పెదవులు చిరుచిరు నవ్వులు కాబోలు ఉరివే ఉరుములు సరి సరి నడనల తిరి తిరి నువ్వులు కాబోలు పరభశాన శిరసూగంగా దరగు జారిన శివగంగా పరభజాన శిరసూగంగా దరగు జారిన శివగంగా నా గానల హరిసుమృగంగా ఆనంద వృష్టిని తడవంగా శంకర నాద శరీరా పరా వేద విహార జీవేశ్వర శంకర 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 പിന്നണി ഗായകൻ, സംഗീത സംവിധായകൻ, ടെലിവിഷൻ അവതാരകൻ, നടൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ ശോഭിച്ച ബഹുമുഖ പ്രതിഭയായിരുന്നല്ലോ SP ബാലസുബ്രഹ്മണ്യം. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? അദ്ദേഹത്തിന് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് കമലഹാസൻ്റെ ദശാവതാരം എന്ന് പറഞ്ഞ സിനിമ, അതിൻ്റെ തെലുങ്ക് പതിപ്പിൽ ഈ ദശാവതാരം എന്ന് പറഞ്ഞാൽ 10 ക്യാരക്ടറുണ്ട്. കമലഹാസൻ അഭിനയിച്ചിരിക്കുന്ന 10 ക്യാരക്ടറുണ്ട്. ഈ 10 ക്യാരക്ടറിനും, അതായത് അവസാനം ഒരു വല്യമ്മയുടെ ഒരു റോളുണ്ട്, അതുവരെ SPB ആണ് ഡബ് ചെയ്തേക്കുന്നത്. അതായത് 10 ക്യാരക്ടറും 10 ശബ്ദത്തിലും 10 ശബ്ദം 10 ആക്സെൻറ്റ് അത് ചെയ്യാന്ന് പറഞ്ഞൊരു വലിയ കഴിവ് തന്നെയാണ്. ആ ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ ഒരു കഴിവ് അദ്ദേഹം എല്ലാ പാട്ടുകളിലും അദ്ദേഹം ഉപയോഗിക്കുന്നു. അതാണ് നമ്മൾ നേരത്തെ മുമ്പ് സൂചിപ്പിച്ചിരുന്നത്. അതായത് ആ ഒരു ഡബ്ബിങ്ങിൻ്റെ കഴിവ്, അതായത് ഒരു ക്യാരക്ടറിനെ എങ്ങനെ ഡബ് ചെയ്യണം, അതുപോലെ തന്നെയാണ് ഒരു ക്യാരക്ടറിനെ എങ്ങനെ പാട്ട് പാടണം, ആ ഒരു കഴിവ് അദ്ദേഹം പാട്ടുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒരു വയസ്സനായ ഒരാൾ പാട്ട് പാടുകയാണെങ്കിൽ അതെങ്ങനെ പാടണം, അത് പാടുന്നത് SPBയുടെ ഫുൾ കഴിവ് തന്നെയായിരിക്കും. പക്ഷേ ശബ്ദം ഇത്തിരി പ്രായം ചെന്ന ഒരാളുടെ ശബ്ദമായിരിക്കും. ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു റോളിൽ പാടുകയാണെങ്കിൽ ആ രീതിയിൽ അദ്ദേഹം പാടും. അത് ഇതൊക്കെ ഉണ്ട്. നമ്മുടെ ഇളയനിലയ്ക്കകത്ത് അനുവല പാടുമ്പോൾ ചെറിയൊരു ചിരിയുണ്ട്. അദ്ദേഹം ഗാനമേളകളും അത് യൂസ് ചെയ്യും. ഒരു ചെറിയൊരു ചിരി, ആ ചിരി ഉള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ സോങ് ഒരു ലൈവായി തീരുക എന്ന് പറഞ്ഞാൽ അതാണ് അദ്ദേഹത്തിൻ്റെ ഈ 10 ക്യാരക്ടർ ഡബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഒരു ഇത് തന്നെ. ആ ഇത് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പാട്ടിലും അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലും ഇതിലും എല്ലാ ഇതിലും ആ ഒരു കഴിവ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ശോകഗാനം സാറിന് ഒരു ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ സിനിമയിലെ പാൽനിലാവിലെ പവനിതൾ സൂപ്പർ ഹിറ്റ്. സാറേ, നമുക്കൊരു ഹിന്ദി ഗാനം കൂടി കേൾക്കാം. ഹം ആപ്കെ ഹേ കോൻ എന്ന ചിത്രത്തിലെ പഹല പഹല പ്യാർ എന്ന ഗാനം പാടുന്നത് സംഗ്രാമയുടെ ഗായകനായ ശ്രീ സുനു P. മാത്യു.
पहला पहला प्यार है, पहली पहली बार है, पहला पहला प्यार है, पहली पहली बार है, जाने के भी अनजाना कैसा मेरा यार है, पहला पहला प्यार है, पहली पहली बार है। उसकी नजर पलकों की चिलमन से मुझे देखती, उसकी नजर उसकी हया अपने ही चाहत का राज खोलती, उसकी हया चुपके करे जो वफा ऐसा मेरा यार है, हो पहला पहला प्यार है, पहली पहली बार है। SPBയുടെ അകാലത്തിലുള്ള വിയോഗം സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ എത്രത്തോളം പ്രതിഫലിച്ചുവെന്ന് സാർ വിശദീകരിക്കാവോ? യഥാർത്ഥത്തിൽ SPB COVID-19 പിടിപെട്ടു, അതിൽ നിന്ന് സുഖം പ്രാപിച്ചു. അപ്പം അദ്ദേഹം ഈ COVID-19 ബാധിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ടെൻഷനായിപ്പോയി. അതിനെ SPB ആ ആരാധകരുടെ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ചെറിയ വീഡിയോ ചെയ്ത് യൂട്യൂബിലൊക്കെ ഇട്ടു, ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടു. അതായത് ആരും ടെൻഷൻ അടിക്കേണ്ട, എനിക്ക് ചെറിയ ഇതേ ഉള്ളൂ, ഞാനിപ്പോൾ പെട്ടെന്ന് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു മെസ്സേജ് ഇട്ടു. ഇട്ടതിന് ശേഷം അത് കഴിഞ്ഞ് ഹോസ്പിറ്റലൈസ് ചെയ്തു. പിന്നെ കുറേ നാളത്തേക്ക് അദ്ദേഹത്തിന് എന്തൊക്കെയാണെന്നുള്ള അറിയാനുള്ള എല്ലാ ജനങ്ങളുടെ ഒരു ആരാധകരുടെ ഒരു വലിയ ടെൻഷനായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് സുഖം പ്രാപിച്ചു. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വളരെ ആ ടെൻഷനെല്ലാം ലൂസായി, എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരുന്നു. കാരണം അദ്ദേഹം ഇനിയിപ്പം കുറച്ച് ദിവസത്തോടെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വരുമല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ മരണവാർത്ത വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ രോമമൊക്കെ എഴുന്നിട്ട് പോകുന്നു. ഇത് എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങ് ടെൻഷനായിപ്പോൾ. ശരിക്കും ഞാനൊരു ചെറിയൊരു മെസ്സേജ് വായിക്കാം. നമ്മുടെ ഇളയരാജ സാറ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ: ബാലു, പെട്ടെന്ന് എഴുന്നേറ്റ് പോവാ, നിന്നെ കാണാൻ ഞാൻ കാത്തിരിക്കുന്നെന്ന് ഞാൻ പറഞ്ഞിരുന്നു, നീ കേട്ടില്ല, പോയി കളഞ്ഞു. എങ്ങോട്ട് പോയി? ഗന്ധർവന്മാർക്കായി പാടാനാണോ പോയത്? ഇവിടെ ലോകം ശൂന്യമായി പോയി. ലോകത്തിലെ ഒന്നും എനിക്കറിയില്ല, സംസാരിക്കാനായി വാക്കുകൾ വരുന്നില്ല, പറയാൻ കാര്യവുമില്ല, എന്തു പറയണമെന്ന് തന്നെ അറിയില്ല. എല്ലാ ദുഃഖത്തിനും ഒരളവുണ്ട്, ഇതിന് അളവില്ല. അത് തന്നെയാണ് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം SPB മരിച്ചു എന്ന വാർത്ത വന്നു കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിന് SPB സാറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കും എന്നല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ ഭയങ്കര കരച്ചിലായിരുന്നു അവരെല്ലാം. അതെൻ്റെ ഭാര്യയെന്ന് മാത്രമല്ല, ഒരുമാതിരി ഇദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടിട്ടുള്ളവരെല്ലാം കരഞ്ഞ്, ശരിക്കും പറഞ്ഞാൽ കരഞ്ഞൊരു വല്ലാത്ത ദുഃഖത്തിലായിപ്പോയി. അപ്പം നമുക്കൊരു ബന്ധമില്ലാത്ത ഒരാൾ ആരെയും കാണിക്കാൻ വേണ്ടി വീട്ടിലേക്ക് അറിയുന്നത്, വീട്ടിൽ നിന്ന് അറിയുന്ന. അപ്പോൾ ഓർത്ത് നോക്കണം അദ്ദേഹത്തിന് സമൂഹത്തിൽ എന്തുമാത്രം ഒരു സ്വാധീനമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയൊരു വ്യക്തി ഇപ്പോഴൊന്നും അദ്ദേഹം മരിച്ചു പോകേണ്ട ഒരാളല്ല, നമ്മളിൽ നിന്ന് വിട്ടു പോകേണ്ട ആളല്ല. അദ്ദേഹം ഇനിയും കുറേ അനവധി ഹിറ്റുകൾ തന്ന് കുറേ അനവധി പാട്ടുകൾ പാടി, ഏത് പാട്ടും നമ്മുടെ മനസ്സിലേക്ക്
ഈ കുത്തിവെച്ച് ഇഞ്ചെക്ട് ചെയ്ത് അതായത് തറച്ച് കയറ്റിയിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഒരു ശോകഗാനമാണെങ്കിലും സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഇപ്പോൾ ഈ ഇളയരാജ സാറിൻ്റെ വാക്കുകൾ തന്നെ മനസ്സിലായില്ലേ, ആ ഒരു ബന്ധത്തെക്കുറിച്ച് അങ്ങനെയുള്ളൊരു അദ്ദേഹത്തിൻ്റെ ആ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദുഃഖിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ ഭയങ്കര വികാരങ്ങളും ഒരു വലിയൊരു എന്തൊക്കെ കൊണ്ട് നമ്മുടെ മനസ്സിൽ നിറച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഇനിയും ഈ അതുപോലൊരു വ്യക്തിത്വം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അദ്ദേഹത്തെ പോലൊരു വ്യക്തിത്വം ഇനി വരുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ വേർപാട് ഒരുപാട് ഈ സാംസ്കാരിക സംഗീത ലോകത്തെ ദുഃഖിപ്പിക്കുന്നു. ആ വേർപാട് ശരിക്കും നികത്താനാവാത്തൊരു വേർപാട് തന്നെയാണ്. അത് ഈ സാധാരണ ഒരു മഹത് വ്യക്തി മരിച്ചു പോകുമെന്ന് നമ്മൾ പറയുന്ന ഒരു ഭംഗിവാക്കല്ല അതാണ് സത്യം. ഇനിയും പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും മരണമുണ്ടാകുകയില്ല. നമ്മുടെ ഇടയിൽ, ആസ്വാദകരുടെ ഇടയിൽ, സാംസ്കാരിക ലോകത്ത് ഒരിക്കലും മരണം ഉണ്ടാകില്ല. കാരണം അതുപോലെ സംഗീതപ്രേമികളുടെ ഓർമ്മകളുടെ താരാപഥത്തിൽ അതുപോലെ അത്രയധികം ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് വേണ്ടി പാടി തന്നിട്ടുണ്ട്. ഈ ദിവസവും രാവിലെ ഒരു പാട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാതെ നമ്മൾ ദിവസം പോലെ ഇരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ കേൾക്കുക, എല്ലാ ദിവസവും കേൾക്കുക. എൻ്റെ വൈഫ് രാവിലെ അടുക്കളയിൽ കയറുന്ന തന്നെ പാട്ടെടുത്ത് മൊബൈലിൽ ഈ പാട്ട് വെച്ചിട്ടാണ് കയറുന്നത്. അതുപോലെ എല്ലാവരും എനിക്കറിയാവുന്ന പലരോടും ഞങ്ങൾ സംസാരിക്കാൻ പറയും അത് വലിയൊരു ഷോക്കായിപ്പോയെന്ന് പറയും. അത് ആരെയും കേൾപ്പിക്കാൻ വേണ്ടി, ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, അതാണ് സത്യം. SP ബാലസുബ്രഹ്മണ്യം സാറിൻ്റെ എല്ലാ ആത്മാവിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ആദരവും സമർപ്പിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു. ശ്രീ റഫീഖ് അഹമ്മദ് ഗാനരചന നിർവഹിച്ച ഒരുമിച്ച് നിൽക്കേണ്ട സമയം എന്ന ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് SP ബാലസുബ്രഹ്മണ്യമാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മലയാള ഗാനവും. ആ ഗാനം നമുക്ക് വേണ്ടി പാടുന്നത് സംഗ്രാമയുടെ ഗായകനായ ശ്രീ TP അജിമോൻ. ഒരുമിച്ചു നിൽക്കേണ്ട സമയം ഇതു പൊരുതലിൻ്റെ കരുതലിൻ്റെ സമയം. ഒരുമിച്ചു നിൽക്കേണ്ട സമയം ഇതു പൊരുതലിൻ്റെ കരുതലിൻ്റെ സമയം. ഭയസംഭ്രമങ്ങൾ വേണ്ട, അതിസാഹസ ചിന്ത വേണ്ട. ഭയസംഭ്രമങ്ങൾ വേണ്ട, അതിസാഹസ ചിന്ത വേണ്ട. അതിജീവന സഹവർത്തക സഹനം മതി, അതിജീവന സഹവർത്തക സഹനം മതി. ഒരുമിച്ചു നിൽക്കേണ്ട സമയം ഇതു പൊരുതലിൻ്റെ കരുതലിൻ്റെ സമയം. പ്രാർത്ഥനകൾ, ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ മർത്യസേവനത്തേക്കാൾ ഭാസുരമല്ല. പ്രാർത്ഥനകൾ, ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ മർത്യസേവനത്തേക്കാൾ ഭാസുരമല്ല. വാശികൾ, തർക്കങ്ങൾ, കക്ഷിഭേദങ്ങൾ, വാശികൾ, തർക്കങ്ങൾ, കക്ഷിഭേദങ്ങൾ വിശ്വസങ്കടത്തിനുള്ളിൽ ഭൂഷണമല്ല. മതജാതി വിചാരങ്ങൾ മറകൊള്ളുവിൻ, മറികടക്കുവാൻ ഇതൊന്നേ ശാസ്ത്രവിവേകം. മതജാതി വിചാരങ്ങൾ മറകൊള്ളുവിൻ, മറികടക്കുവാൻ ഇതൊന്നേ ശാസ്ത്രവിവേകം. ശാസ്ത്രവിവേകം, ശാസ്ത്രവിവേകം. ഒരുമിച്ചു നിൽക്കേണ്ട സമയം ഇതു പൊരുതലിൻ്റെ കരുതലിൻ്റെ സമയം. ഭയസംഭ്രമങ്ങൾ വേണ്ട, അതിസാഹസ ചിന്ത വേണ്ട.
ഭയസംഭ്രമങ്ങൾ വേണ്ട, അതിസാഹസ ചിന്ത വേണ്ട, അതിജീവന സഹവർത്തക സഹനം മതി, അതിജീവന സഹവർത്തക സഹനം മതി. ഈ SPB സ്മൃതിയിൽ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തി SPB സാറിൻ്റെ ഓർമ്മകൾ നമ്മളുമായി പങ്കുവച്ച ശ്രീ ബെന്നി ജോൺസൺ സാറിന് KGO കോട്ടയം സംഗ്രാമയുടെ ഹൃദയംഗമമായ നന്ദി.